മോളെ, സോറി മോളെ. അനിയ, ഡാ, ആദ്യം അവരെ വീട്ടിൽ കൊണ്ടാക്ക്. ശരി മുരളി. കം. പെണ്ണ് വീട്ടുകാരനാന്ന് വിചാരിച്ചേ, പക്ഷെ പെണ്ണിന്റെ കെട്ടിയോനാ. വാ. ബംഗാളി, ശരിക്ക് കേട്ടോ, കാറിൽ നിന്ന് ചെക്കനും പെണ്ണും ഇറങ്ങി കാല് നിലത്ത് വെച്ച ഉടനെ ഫുഡടിക്കാൻ പോയിക്കരുത്. കാല് നിലത്ത് വെച്ച ഉടനെ പടക്കം പൊട്ടണം. അല്ലടാ, ഇവിടെ പടക്കം പൊട്ടിക്കാൻ പോലും ബംഗാളിയാണോ? അപ്പൊ ബാൻഡിനോ? ആ, അവൻ ബംഗാളിയല്ല, അവൻ അതേ നേപ്പാളി. നേപ്പാളിയോ? പിന്നെന്താടാ, ഇവിടെ റോഡ് പണി മുതൽ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ വരെ ഹിന്ദിക്കാരും ബംഗാളികളുമാ. അപ്പൊ അവസാനം വരെ നമ്മുടെ നാട്ടുകാർക്ക് ജോലി കൊടുക്കില്ല. തന്നാലും നിങ്ങൾ എവിടെ ജോലി ചെയ്യാനാടാ? ഓണറെ വിളിച്ചിട്ട് സ്പാനർ എടുത്തോണ്ട് വരാൻ പറയും. ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. ശ്രദ്ധിച്ച് കേട്ടോളണം. പടക്കം ഡുമിൽ ഡുമിൽ ഡുമില് ടോപ്പ്, ബാൻഡ് ഡമാൽ 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 സ്റ്റാർട്ട്. എങ്ങോട്ട് നോക്കിയാ? ഇവിടെ ടൈമിംഗ് എന്തെങ്കിലും മിസ്സായാൽ പൈസ നഹി, പൈസ നഹി. ഇവരോട് എങ്ങനെയാ പറഞ്ഞ മനസ്സിലാക്കുക? ബാൻഡുകാരാ, അവസാനമായിട്ട് ഒരു കാര്യം പറയാം കേട്ടോ. പടക്കം പൊട്ടി തുടങ്ങുമ്പോ ബാൻഡ് സ്റ്റോപ്പ്. ബാൻഡ് സ്റ്റാർട്ട് ആയ ഉടനെ പടക്കം സ്റ്റോപ്പ്. അതായത് ഡുമില് 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 ഡമാൽ ഡമാൽ. നീ എന്തുവായി പറഞ്ഞു പറഞ്ഞേ? പടക്കം നിർത്തുന്നു, ബാൻഡ് തുടങ്ങുന്നു, ബാൻഡ് നിർത്തുന്നു, പടക്കം തുടങ്ങുന്നു. വരിക. ഇതിനാ ഇത്ര ഡയലോഗ്? ഏത് ഭ്രാന്തരാണ് ഇവിടെ പടക്കം പൊട്ടിക്കുന്നത്? അതിന്റെ പണിയാ മുതലാളി. പെണ്ണും ചെറുക്കനും വരുമ്പോഴല്ലേ പടക്കം പൊട്ടിക്കണ്ടേ? അതിന് കല്യാണം നടന്നിട്ടില്ല. കല്യാണം നടന്നില്ലെന്നോ? നിർത്തണടാ. കല്യാണം നിർത്താൻ പറ്റും, പക്ഷെ ബാലപ്പടക്കം നിർത്താൻ പറ്റില്ല മുതലാളി. വെള്ളം ഒഴിക്കടാ. വെള്ളം അടിച്ചിട്ട് തന്നെ അവന്മാര് തുടങ്ങിയത്. വെള്ളം ചോദിച്ച പടക്കം നിന്നെ കൊന്നുകളഞ്ഞ് വെള്ളത്തിന് വേണ്ടി പടക്കാനായിട്ട് വെള്ളം കൊണ്ടൊന്ന് പുണ്യാഹം തളിക്കുന്നതാണ്. ഇങ്ങനെ ഒഴിയടാ, ഇങ്ങനെ ഒഴിക്കടാ. ഇപ്പൊ വീട് തന്നെ കത്തിച്ച് ചാമ്പലാക്കിയനാ. അവന്മാര് തുടങ്ങിയോ? നിർത്താൻ പറയണ മുതലാളി. എന്താണ് ഇത്? നാക്കമുഖ്യ മുതലാളി. നിർത്താൻ പറയണ. ടൈമിംഗ് കറക്റ്റാ സാർ. എടാ ചൊറിയൻ ചേമ്പ, എന്താടാ ചൊറിയണ? നിന്റെ സമയം ശരിയില്ലാത്ത. ഏയ്, പോകാൻ പറയടാ. ഉത്തരവ് മുതലാളി. എല്ലാരും വിട്ടോ 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 വിട്ടോ. പിരിച്ചു പോ, പിരിച്ചു പോ, പിരിച്ചു പോ. ക്ഷമിക്കണം മുതലാളി, നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ രണ്ടാം കല്യാണം നടക്കുന്നേ. അതൊന്ന് ആഘോഷമാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ. കുറച്ച് ടൈമിംഗ് മിസ് ആയി. ക്ഷമിക്കണം മുതലാളി, ക്ഷമിച്ചെന്ന് പറ മുതലാളി. പോയിട്ട് അരമണിക്കൂറായി. പോയാ? ഇതേത് വണ്ടിയാ? സദ്യ കൊണ്ടുവരുന്നാണോ? ഇയാളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മുതലാളിയെ വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞേ. ഈ വിഗങ്ങളിൽ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇത് തന്നെയല്ലേ രാവിലെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഈ കുടിയനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇപ്പൊ വരെ സാറേ. വിളിച്ചോ മുതലാളി? ആരെല്ലാം ചെയ്ത്? ഇവനാ മുതലാളി. അല്ലേ കളോടിയോട് ചോദിക്കും. അഴിച്ചു മാറ്റമല്ല. ശരി. ഇത് തനിയെ പൊട്ടുന്നതാ. അപ്പൊ പൊട്ടാത്തതല്ല ഇപ്പൊ പൊട്ടുക. വിഷമിക്കണ്ട മുതലാളി, ഇതൊന്നും കണക്കിൽ വരില്ല. ഇതൊക്കെ എവിടുന്ന് കേൾക്കുന്നു? പടക്കം പൊട്ടി ഉടനെ തുടങ്ങി ഇവനാ പറഞ്ഞത്. എന്താ കാശ് കൊടുത്തതല്ലേ, എന്തിനാ വേസ്റ്റ് ആക്കണെന്ന് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞതാ. പോയി നിർത്താൻ പറ ആദ്യം. ടൈമിംഗ് കറക്റ്റ് അല്ല സാർ. അയ്യോ, യു ഹാപ്പി? പോയിനടാ, ഒന്ന് പോയിട്ടാ. സാർ, എന്നെ എപ്പോഴാ കൊണ്ടുവിടാൻ പോകുന്നേ? ഞാനൊരു ഗവൺമെന്റ് ഓഫീസറാ. കൈക്കൂലി വാങ്ങാൻ പോകുമ്പോ, കഞ്ഞി കുടിക്കാൻ പോകുമ്പോ ഒരു ചെറിയ പോലും ഞാനിടില്ല. മനസ്സിലായിക്കോ? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു? മുതലാളിയെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞ
ഇയാളെ അയാളുടെ വീട്ടിൽ കൊണ്ടാക്കാനാ പറഞ്ഞേ. തെളിച്ചു പറയണ്ടേ? ഇത് തന്നെയല്ലേ രാവിലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. തണ്ണി അടിച്ചിട്ട് എല്ലാം തല തിരിഞ്ഞ ചെയ്തോണ്ടിരിക്കുന്നേ. ഇതാ കൊണ്ടുവിട്. പടക്കം പൊട്ടി, ബാൻഡ് തുടങ്ങാം. പടക്കം അവര് തുടങ്ങി. നിർത്ത നിർത്ത നിർത്ത. ആകാശ്, നീക്കടാ. ഞാനാണ് അവളുടെ പിന്നാലെ പോയത്. അവളല്ലേ പറഞ്ഞ അവള് നിന്റെ അമ്മ ആയിക്കോളാന്ന്. പറഞ്ഞോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് എല്ലാരും നാണം കെടുത്തിയത്? വാടാ. ഞാൻ അച്ഛനാന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേടല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എന്ന് വെച്ചാ എനിക്ക് ജീവന്റെ ജീവന. നീ അന്ന് ചോദിച്ചില്ലേ നിന്റെ അമ്മയെ പോലെയാണോ അവരെന്ന്? നിന്റെ അമ്മയ്ക്ക് പകരമാകാൻ ആർക്കും ആവില്ല. കുഞ്ഞിന്റെ ജന്മത്തോടെ അമ്മയെ നഷ്ടപ്പെട്ടു പോകുന്ന ഡോക്ടർ പറഞ്ഞ കാര്യം മറച്ചു വെച്ച് എനിക്ക് വേണ്ടി നിന്നെ നൊന്തുപെറ്റ നീ ജനിക്കുന്നതിന് മുന്നേ നിന്നെ സ്നേഹിച്ചവൾ ആരെക്കൊണ്ട് നിന്റെ അമ്മയെ പോലെ ആവാൻ പറ്റില്ല. ഞാൻ വഴക്കാളിയാടാ, പഠിപ്പില്ലാത്ത റാസ്കൽ. എന്നാൽ അവളെ പോലെ കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല. ഇനി മേല അമ്മ ഗിമ്മ എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന എന്റെ സ്വഭാവം മാറും. ഗുഡ് നൈറ്റ്. ഇനി അച്ഛനെയും അമ്മയും കല്യാണം കഴിപ്പിക്കാന്നുള്ളത് നടക്കാത്ത കാര്യോ? എന്താ രണ്ടാളും ഡള്ളായിരിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. നീയും അമ്മയും കൂടി ആദ്യം കാനഡയ്ക്ക് പോകുന്നു. ഓക്കെ? അവിടെ പോയി മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് തിരിച്ചു വന്ന് നമുക്കെല്ലാവർക്കും ഒരേ വീട്ടിൽ ഒന്നിച്ചു കഴിയാം. നോക്ക്, കുട്ടികൾ എത്ര ഹാപ്പിയാണല്ലേ. പക്ഷെ കാനഡ പോയ ശേഷം അവളെ ഇങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി അഭിനയിച്ചതിന് ഒരുപാട് താങ്ക്സ്. മുതിർന്നവരുടെ മുമ്പിൽ നുണ പറഞ്ഞ് അഭിനയിക്കുന്ന വളരെ ഈസിയാ. കുഞ്ഞുങ്ങളുടെ മുമ്പിലാകുമ്പോൾ അത് വലിയ കഷ്ടം. ആകാശ്, ശിവാനി എവിടെ? ശിവാനി ഇപ്പൊ
എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. എടാ നിങ്ങൾ ഒരുമിച്ചല്ലേ കളിച്ചോണ്ടിരുന്നത്, നോക്കണ്ടേ? ശിവാനി, 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 ശിവാനി. സഞ്ജയ്, ശിവാനി എവിടെ? ശിവാനിയോ? എന്താ എന്നോട് ചോദിക്കുന്നത്? ഞാനിപ്പോ എത്തിയുള്ളൂ. സഞ്ജയ്, കള്ളം പറയരുത്. നീ ആയിരിക്കും എന്തെങ്കിലും ചെയ്തിരിക്കുക. ഏയ്, സത്യമായിട്ട് എനിക്കറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കമാൺ ശിവാനി. ശിവാനി, ശിവാനി, ശിവാനി. വാ മോളെ അനു, വാ വാ വാ. കൊച്ചിനെ നോക്കി വന്നതാ. ഇവള് മൊയിലിനെ തേടി വന്നതാ. രണ്ടുപേരും കൃത്യമായ സ്ഥലത്താ വന്നിരിക്കുന്നത്. ശിവാനി, പേരും കൊച്ചിനെ പോലെ തന്നെ മനോഹരം. എന്താടാ നോക്കുന്നേ? അനുവിനോട് ഞാൻ ആരാണെന്ന് പറയേ. നീ പറയില്ല? ശരി, ഞാൻ തന്നെ പറയാം. അനു, ഈ ക്രിമിനലിനെ ജനിപ്പിച്ചിട്ട് ഉള്ളു നീറി കഴിയുന്ന അച്ഛനാണ് ഞാൻ. ഇതാണ് അവൻ്റെ അമ്മ. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്റെ മോൻ ചെയ്ത തെറ്റിന് നിന്നോടും എന്റെ കൊച്ചുമോളോടും ഞാൻ മാപ്പ് ചോദിക്കുക. ശിവാനി, വാ. ഇതെന്റെ കൊച്ചുമോളാടാ. ഏയ്, ആരും അറിയാതെ നിങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടൊന്നുകൂടെ നിർത്തിയിരിക്കാണോ? ഇവരെ കാണാത്തോണ്ട് ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? ഞാൻ അവളുടെ മുത്തച്ഛനാ. ഏയ്, മുത്തച്ഛനെ മുത്തച്ഛി അങ്ങ് വീട്ടില്. അനു, വാ വാ. ആരടാ അവൻ? പിന്നെ നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? കിഷോർ, ഞാൻ നിങ്ങൾ എന്തിനാ പറ്റിക്കുന്നേ? ഇവനാ എൻ്റെ പ്രശ്നം. ഇവൻ ജീവിച്ചിരിക്കുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനുള്ളതാണോ പ്രശ്നം? അപ്പോ ഇനി അവനുണ്ടാവില്ല. ആളെ വിട്ട് അടുപ്പിക്കുന്നു. എന്റെ നാട്ടിലൊന്ന് എന്റെ ദേഹത്ത് കഴിക്കുന്നു. നിനക്കും ഈ വീടുമായിട്ട് എന്താ ബന്ധം? എന്തിനാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആര് ബഹളം ഉണ്ടാക്കി? ബഹളം ഉണ്ടാക്കിയത് മുഴുവൻ നിങ്ങളും നിങ്ങളുടെ മോനും കൂടിയാ. ആണും പെണ്ണും കെട്ടവന്മാര്. അടിക്കാണെങ്കിൽ നല്ല ചങ്കുറപ്പുള്ളമാരെ വിട്. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഓ, നീ അത്ര വലിയ ഗുണ്ടയാണോ? ഇതെന്റെ കുടുംബ പ്രശ്നമാ. എന്റെ മരുമോളെയും കൊച്ചുമോളെയും കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ ഇവിടെ വന്നത്. കുഞ്ഞിന്റെ മേലെ കൈവച്ച ഒരൊറ്റെണ്ണോടുന്ന ജീവനോട് പോലെ. അത് പറയാൻ നീ ആരാടാ? തെണ്ടി. സലിം, നോ. ഐ എം സോറി ഭാസ്കർ. അച്ഛൻ കുറച്ച് എമോഷണലായി. ഞാൻ ഒരുപാട് പറഞ്ഞതാ എന്റെ വൈഫിനെയും കുട്ടീനെയും വിട്ടേക്കാൻ. ആരാ നിന്റെ വൈഫ്? നീ ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണിനെ പറ്റിച്ച് അവക്ക് കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കുന്ന പുരുഷനല്ല, ചേട്ടെ. സഞ്ജയ്, സ്റ്റോപ്പ് ഇറ്റ്. ദയവേത് എല്ലാവരും ഇവിടെ നിന്ന് പോയി തരൂ. എനിക്ക് കുറച്ച് സമാധാനം വേണം. ശിവാനി, വാ. എന്തിനാ എല്ലാവരും ചേർത്ത് എന്നെ ടോർച്ചർ ചെയ്യുന്നേ? വരാനല്ലേ പറഞ്ഞേ? ഇന്ന് മുതൽ അവൾ എന്നെ അച്ഛാന്ന് വിളിച്ചു. അന്ന് മുതൽ അവൾ എന്റെ മോള.